ഫ്രണ്ട്സ്, ഇന്റർനെറ്റും വൈഫൈ ഇല്ലാണ്ട് ഫോണിൽ OTT മൂവീസ് കാണാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലൈവ് TV ചാനൽസ് നെറ്റും വൈഫൈ ഇല്ലാണ്ട് കാണാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുകൂടാണ്ട് യൂട്യൂബ് വീഡിയോസും ഇതുപോലെ ഇന്റർനെറ്റും വൈഫൈ ഒന്നും ഇല്ലാണ്ട് എവിടെ വേണമെങ്കിലും ഇരുന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എങ്കിൽ ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു പുതിയ ടെക്നോളജി ആയിട്ടാണ് HMT എന്ന് പറയുന്ന മൊബൈൽ ബ്രാൻഡ് വന്നിരിക്കുന്നത്. D2M എന്നാണ് ഈ ഒരു ടെക്നോളജിയുടെ പേര്, അതായത് ഡയറക്റ്റ് ടു മൊബൈൽ. ഈ ഒരു ടെക്നോളജി എന്താണെന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാണെങ്കിൽ ഫ്രണ്ട്സ്, നമ്മൾ റേഡിയോ ഒക്കെ മുമ്പ് കേൾക്കാറില്ലേ? ഈ ഒരു റേഡിയോയിൽ നമുക്ക് ഓഡിയോ മാത്രം കേൾക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഒരു D2M എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമുക്ക് ഓഡിയോയും കേൾക്കാം, വീഡിയോയും കേൾക്കാം. അതും സിമ്മും വൈഫൈ ഇല്ലാണ്ട് ഈ റേഡിയോയിൽ എങ്ങനെ സിഗ്നൽ എടുത്ത് കേൾക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോണിൽ സിഗ്നൽ എടുത്തിട്ട് വീഡിയോസ് കാണാനും ഓഡിയോസ് കേൾക്കാനും സാധിക്കും. ഈ ഒരു ടെക്നോളജി കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിമ്മും വൈഫൈയും നെറ്റിലാണ് നമുക്ക് ലൈവ് TV ചാനൽസ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ OTT-ലുള്ള മൂവീസും നമുക്ക് സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോസും സ്ട്രീം ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഈ ഒരു ടെക്നോളജിനുള്ള മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ. ഇതുകൂടാണ് ഫ്രണ്ട്സ് റൂറൽ ആയിട്ടുള്ള ഏരിയകളിലും ഈ ഒരു ടെക്നോളജി വർക്ക് ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിക്കാട്ടിൽ പോയി നിന്നാലും നമുക്ക് വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൂടാണ്ട് എമർജൻസി ആയിട്ടുള്ള അലേർട്ടും നമുക്ക് നമ്മുടെ ഫോണിലേക്ക് കിട്ടും. നമ്മൾ സിഗ്നൽ ഉണ്ടോന്നും നോക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് എമർജൻസി അലേർട്സ് ഒക്കെ നമ്മുടെ ഫോണിലേക്ക് കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇന്റർനെറ്റിന്റെ ഫുൾ പരിപാടീസ് ഒന്നും നടക്കില്ലെങ്കിൽ കൂടി OTT മൂവീസ് കാണുന്നത്, ലൈവ് TV ഷോസ് കാണുന്നത്, ഓഡിയോസ് കേൾക്കുന്നതെല്ലാം ഈ D2M എന്ന് പറയുന്ന ടെക്നോളജി നടക്കും. പിന്നെ യൂട്യൂബ് വീഡിയോസ് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് സമ്മതിച്ചു കഴിഞ്ഞാൽ അതും ഈ ഒരു ടെക്നോളജിയിൽ നടക്കുന്നതാണ് ഫ്രണ്ട്സ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഫ്രണ്ട്സ്, എപ്പോഴും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് നെറ്റ് തീർന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തു. അവർക്ക് ഉറപ്പായിട്ടും ഈ ഫോൺ യൂസ്ഫുൾ ആവും. പിന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത് ഇതുപോലത്തെ ടെക് വീഡിയോസിന് വേണ്ടിയിട്ട്.